നമ്മളെല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുന്നവരാണല്ലേ? അങ്ങനെ ഒരുപാട് നമ്മൾ ഡെസ്പ് അടിച്ചിരിക്കുന്ന സമയത്ത് ആഹ്, അതായത് ഒരുപാട് എന്തെങ്കിലും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത് മാറാനായിട്ട് സാധാരണ നിങ്ങളെന്താ ചെയ്യാറ്? ചിലര് ചിലർക്ക് തോന്നും നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിനോടോ, അച്ഛനോടോ, അമ്മയോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ, വൈഫിനോടോ ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷമം മാറും എന്ന് വിചാരിക്കും അല്ലേ? പക്ഷേ ഞാൻ നോക്കിയിട്ട് അത് അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ വിഷമം മാറ്റി അതിനൊരു പരിഹാരം കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എല്ലാ വിഷമങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എന്നാലും പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനൊരു റിലീഫ് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പാട്ടിന് ഒരു പ്രത്യേക നമുക്കൊരാശ്വാസം തരാൻ വേണ്ടിയിട്ട് ഒരു കഴിവുണ്ട്. അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം അല്ലേ? പക്ഷേ എങ്കിൽ ഇപ്പം നമുക്ക് വിഷമം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനത്തെ സോങ്സ് ആയിരിക്കും കേൾക്കുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പ്രണയം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു വിരഹവേദനയൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ മിക്കവാറും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും കേൾക്കണം അല്ലേ? എന്നിട്ട് അതിങ്ങനെ ഓർത്ത് കൂടുതലിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് അതിൻ്റെ അഗാധതയിലേക്ക് അല്ലേ? അങ്ങനെയായിരിക്കും മിക്ക ആളുകളും. പക്ഷേങ്കിൽ ഞാൻ എങ്ങനെയാണെന്നോ? ഞാൻ കൂടുതലും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനൊന്നും ആരുമില്ല. ഷെയർ ചെയ്യാൻ ആരുമില്ലെന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാലും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ആരും തന്നെ നമുക്കില്ല. കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു കാര്യം എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ആശ്വാസം തരാനൊന്നും ചിലപ്പോൾ ചിലർ ഓവറായിട്ട് നമ്മളെ ഉപദേശിക്കും. അതല്ലാണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രതീക്ഷകൾ തരുന്ന വർത്താനങ്ങൾ ചിലർ പറയും. ആ പ്രതീക്ഷകൾ കുറച്ച് നേരത്തേക്കിന് നമുക്കൊരു ആശ്വാസം തരുമെങ്കിലും വീണ്ടും നമ്മൾ ഡസ്പടിച്ചിരിക്കും അല്ലേ? പക്ഷേങ്കിൽ നമ്മുടെ ആ ഒരു മൂഡ് മാറിയിട്ട് അതായത് ആ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്തായാലും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരാനും നമുക്കറിയാം. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആ ഒരു മൂഡിൽ നിന്നാണ് നമുക്ക് പുറത്ത് വരേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ആ ഒരു അതിൽ നിന്ന് പുറത്ത് വരാൻ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ കേൾക്കും. ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹീലിംഗ് പവർ ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളതും ആയിട്ടുള്ളത് പഴയ 80s AR റഹ്മാൻ്റെ സോങ്സ് ഒക്കെ ഇല്ലേ, അടിപൊളിയാണ് കേട്ടോ. അത് കേട്ട് നോക്കണം. അത് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ പാട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ആകുമ്പോൾ നമുക്ക് ബോറടിക്കും. ചിലപ്പോൾ അത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത്. കാരണം ഇത് നമുക്ക് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ അന്നേരം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് എഴുന്നേറ്റ് നടന്ന് അല്ലെങ്കിൽ വേറൊരു പാട്ട് നമുക്കിഷ്ടപ്പെട്ട ഒരു ലൈറ്റ് മ്യൂസിക് കേൾക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ സമയം ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു അടിപൊളിയായിട്ടുള്ള പാട്ട് കേൾക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ബസ്സിലൊക്കെ ആയിരിക്കുമെങ്കിൽ നമുക്ക് പാട്ട് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ബസ്സിൽ നല്ല അടിപൊളി സോങ്സ് കേട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മൂഡിലേക്ക് ചേഞ്ച് ആവും. അതുപോലെ തന്നെയാണ് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അറിയാതെ ആ ഒരു മൂഡിലേക്ക് നമ്മൾ തന്നെ ചേഞ്ച് ആയിപ്പോവും. ആ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും നിർത്തി വെച്ചിട്ട് മറ്റൊരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു മൂഡ് നമുക്ക് തന്നെ പെട്ടെന്ന് അല്പം തോന്നും, ഇച്ചിരി മുമ്പ് എനിക്ക് കരയാൻ തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ എന്നോർക്കും. നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ തന്നെ ഒന്ന് പതിയെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ആ വിഷമിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പതുക്കെ 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 നമ്മൾ ആ ഒരു വേദന മറക്കും. അതവിടെ തന്നെ ഉണ്ട്, അതിനൊരു പരിഹാരവും കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ മനസ്സിനെ ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ചേഞ്ച് അത് ആശ്വസിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. മറ്റൊരാൾക്കും തരാൻ പറ്റാത്ത ഒരു ആശ്വാസമാണത്. കാരണം ഒരു മനുഷ്യന് നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനോ നമ്മുടെ ഹസ്ബൻഡിനോ നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ അത്ര വേഗം നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവാം. ഉള്ളവർ വളരെ ഭാഗ്യവാന്മാരാണ്. യു ആർ വെരി ലക്കി അങ്ങനെ ഒരാൾ നിങ്ങൾക്കുണ്ടെങ്കിൽ. താങ്ക് യു.